ഹായ് ഓൾ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് എത്ര പഠിച്ചിട്ട് പോയാലും എക്സാമിന് പഠിച്ചൊന്നും ഓർമ്മ കിട്ടാത്തത്. ഡെയിലി 10 മണിക്കൂർ പഠിച്ചിട്ട് പോലും എക്സാമിന് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് എനിക്കറിയാം. അവർക്കെല്ലാം പറ്റിയ ഒരു കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന ടൈം അവർ എഫിഷ്യൻ്റ് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാക്സിമം ടൈം ഇങ്ങനെ ഫുൾ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കുക എന്നുള്ളത്. ഇതിനെന്നെ ഹെൽപ്പ് ചെയ്ത 2 ഐഡിയാസാണ് സ്റ്റോപ്പ് വാച്ച് ആൻഡ് ടൈമർ. സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് വെച്ച് പഠിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ നേരം ഫോക്കസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഡെയിലി നമ്മൾ എത്ര ടൈം പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഈസ് ടൈമർ. ടൈമർ ഓൺ ചെയ്ത് വെച്ച് പഠിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ സഹായിക്കും. ഒരു 5 മിനിറ്റ് ടൈമർ വെച്ചിട്ട് തുടങ്ങണം. ഗ്രാജുവലി നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കൂടുന്നതാണ്. പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ടൈം മാനേജ്മെൻറ്റ്. എത്ര പഠിച്ചിട്ട് പോയാലും ടൈം ബൗണ്ട് ആയിട്ട് എക്സാം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച സ്കോർ കിട്ടത്തില്ല. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ബയോളജി ഫസ്റ്റ് എഴുതി തുടങ്ങണം എന്നുള്ളത്. പക്ഷേ ഞാനതൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ് ഡിഫറൻ്റ് ആണ്. സോ ഇനി ഓരോ എക്സാമിനും നിങ്ങൾ ഓരോ സബ്ജക്റ്റ് വെച്ച് ഫസ്റ്റ് എഴുതി തുടങ്ങണം. ഏത് സബ്ജക്റ്റ് എഴുതുമ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് തുടർന്നുള്ള എക്സാംസിന് ആ സബ്ജക്റ്റ് വെച്ച് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്പീഡ് കൂട്ടാൻ ഒരു വഴിയേ ഉള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി പുതിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റും. ഇത് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഈ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. അങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്പീഡ് കൂട്ടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് സ്ലീപ്പ്, ഫുഡ് ആൻഡ് സ്റ്റഡിങ് എൻവയോൺമെൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ലീപ്പ്. ആവശ്യത്തിന് ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. മാത്രമല്ല എക്സാമിൻ്റെ തലേ ദിവസം ആവശ്യത്തിന് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് വിചാരിച്ചത്ര പെർഫോം ചെയ്യാനും പറ്റത്തില്ല. നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് ഫുഡ്. നമ്മുടെ ബ്രെയിനിന് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി ആവശ്യമാണ്. ആ എനർജി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. സോ ഫുഡ് കഴിക്കാതെ പഠിക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ല. കോൺസെൻട്രേഷൻ അഫക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ എലമെൻറ്റാണ് സ്റ്റഡിയിങ് എൻവയോൺമെൻറ്റ്. നീറ്റ് 2025 ക്രാക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഡ്രീമാണ്. സോ എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ചൂസ് ചെയ്യണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് പീരിയോഡിക് റിവിഷൻ. ഡെയിലി നമ്മളൊരു 15 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ പോലും ന്യൂ ടോപ്പിക്സ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു 200 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ വേണം. സോ അതിനുള്ള കീയാണ് റിവിഷൻ. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ റിവിഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ടൂൾസാണ് ഇക്വേഷൻ ബുക്ക് ആൻഡ് ഷോർട്ട് നോട്ട്സ്. ഫോർ എക്സാമ്പിൾ ഇതാണ് എൻ്റെ ഇക്വേഷൻ ബുക്ക്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഞാൻ ഇക്വേഷൻസ് എല്ലാം ഇങ്ങനെ എഴുതിയെടുക്കുമായിരുന്നു. എല്ലാ ഇക്വേഷൻസും അപ്പോൾ ഒരു പേജിലുണ്ട്. ഇതെന്നെ റിവിഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഷോർട്ട് നോട്ട്സ്, കെമിസ്ട്രി ഷോർട്ട് നോട്ട്സ് ആണ്. ഇക്വേഷൻ ബുക്ക് ആൻഡ് ഷോർട്ട് നോട്ട്സ് എപ്പോഴും നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം അത് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഷോർട്ട് നോട്ട് എങ്ങനെ ഷോർട്ടാക്കി പ്രിപ്പയർ ചെയ്യാമെന്നായിരുന്നു. കാരണം ഷോർട്ട് നോട്ട്സ് നമ്മൾ എഴുതി വരുമ്പോൾ അത് നല്ല ലെങ്ത് ആയി പോകും. സോ ഞാൻ ബേസിക്കലി ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ NCERT വായിക്കും. NCERTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിൽ കീ വേർഡ് മാത്രമേ ഞാൻ ഷോർട്ട് നോട്ടിൽ എഴുതുമായിരുന്നു. സോ ആ കീ വേർഡ് വായിക്കുമ്പോൾ എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റും, ഇതാണ് ആ കോൺസെപ്റ്റ് എന്ന് എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റും. സോ അതെൻ്റെ ആക്റ്റീവ് റിവിഷന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് ഇഫക്റ്റീവ് ആയൊരു മെത്തേഡാണ് റിവിഷൻ ബിഫോർ ബെഡ്. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ ബ്രെയിൻ ത്രൂ ഔട്ട് സ്ലീപ്പിൽ പ്രോസസ്സ് ചെയ്യുന്നത്. സോ എനിക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ള ടഫായിട്ടുള്ള ടോപ്പിക് ആൻഡ് സെൻറ്റൻസ് ആൻഡ് ഇക്വേഷൻസ് എല്ലാം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിക്കുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പാടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്തിരുന്നത്. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണ് ഡൗട്ട് ക്ലിയറിങ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ പുറകെ പോയി ടൈം കളയരുത് പ്ലീസ്. ഡൗട്ടുകളെല്ലാം ഒരു ബുക്കിൽ എഴുതിയെടുക്കണം. എന്നിട്ട് ഫാക്കൽറ്റീസിനോട് കൊണ്ടുപോയി ചോദിക്കണം. ഫാക്കൽറ്റീസിനോട് തന്നെ ചോദിക്കണമെന്ന് പറയുന്നതിന് കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യന് റിലേറ്റ് ചെയ്ത് വേറെ എങ്ങനെയൊക്കെ ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നെല്ലാം അവർ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഫിഫ്ത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് അവോയ്ഡ് സോഷ്യൽ മീഡിയ വെയർ സ്റ്റഡിങ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനാണ് ഫോൺ. ഹോസ്റ്റലേഴ്സിന് ആ പ്രശ്നം അത്ര ബാധിക്കത്തില്ല. ഇനി നീറ്റ് 2025 അറൗണ്ട് ഒരു 200 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അത്രയും ദിവസം സോഷ്യൽ മീഡിയ ആൻഡ് ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. സോ ടൈം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ടൈം പഠിച്ച് എക്സാമിന് പോയിട്ട് പഠിച്ചതൊക്കെ മറന്നു പോകുന്ന അവസ്ഥ എനിക്കറിയാം. അങ്ങനെ ടെൻഷൻ കൂടിയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലോങ് ടേം മെമ്മറിക്ക് വേണ്ടി ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടെല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.